നമുക്ക് തേർഡ് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. അതായത് RVWS മീൻസ് റിസോഴ്സ് വയ വെബ് സർവീസ് ഫ്രെയിംവർക്ക്. ഓക്കെ, അപ്പം ഇതിൽ വെബ് സർവീസ് എന്താണ് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തതാണ് വാട്ട് ഈസ് വെബ് സർവീസ്. ഓക്കെ, വെബ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ഡേറ്റ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ് ഓർ സിസ്റ്റംസ്. ഓക്കെ, ബൈ യൂസിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് XML എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, then SOAP സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ, then HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇങ്ങനത്തെ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വെബ് സർവീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ XML ആണെങ്കിലും SOAP ആണെങ്കിലും HTTP ആണെങ്കിലും എന്താണ് ഇതിൽ യൂസ് ചെയ്യുന്നതെല്ലാം എന്താണ്? ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഏത് പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പം വെബ് സർവീസ് എന്ന് പറയുന്ന സമയത്ത് സാധാരണ ഒരു ആപ്ലിക്കേഷൻ ആകുമ്പം എന്തുണ്ടായിരിക്കും? സാധാരണ ഒരു ആപ്ലിക്കേഷൻ ആകുമ്പം നമുക്ക് GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും. അതേസമയം ഈ വെബ് സർവീസിന് എന്തുണ്ടായിരിക്കില്ല? ഈ GUI ഉണ്ടായിരിക്കില്ല, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ടാവില്ല. ഓക്കെ, ഇതിലുണ്ടായിരിക്കുക ഈ വെബ് സർവീസ് ആവുന്ന സമയത്ത് അതിലുണ്ടായിരിക്കുക ക്ലാസ്സുകൾ. ഓക്കെ, നമ്മൾ ജാവയിലൊക്കെ യൂസ് ചെയ്ത ക്ലാസ്സുകൾ. ദെൻ എന്താണ്? വേറെ ഒന്ന് ഇൻ്റർഫേസ്. ഓക്കെ, ക്ലാസ്സുകളും ഇൻ്റർഫേസുകളും മാത്രമാണ് ഈ വെബ് സർവീസിൽ ഉണ്ടായിരിക്കുക. ഇൻ്റർഫേസിൽ എന്താണ്? നമ്മൾ എന്താണോ ഇപ്പം ഒരു വെബ് സർവീസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ വെബ് സർവീസിൽ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്, എന്തൊക്കെ ഓപ്പറേഷൻസാണ് ആ വെബ് സർവീസ് പെർഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൻ്റെ ഒരു വെബ് സർവീസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആഡ്, സബ്ട്രാക്റ്റ്, ദെൻ മൾട്ടിപ്ലൈ, ഡിവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നോ ആ ഓപ്പറേഷൻസിൻ്റെ പേരുകളൊക്കെ നമ്മൾ എവിടെ കൊടുക്കും? ഇൻ്റർഫേസിൽ കൊടുക്കും. ഓക്കെ, ഈ ഇൻ്റർഫേസിൽ കൊടുത്ത മെത്തേഡുകളുടെ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ എവിടെ കൊടുക്കുക? ക്ലാസ്സിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഇൻ്റർഫേസും ക്ലാസ്സും എല്ലാം കൂടി ചേർന്ന ആ ഒരു ആപ്ലിക്കേഷനായിരിക്കും എന്തിൽ ഹോസ്റ്റ് ചെയ്യുക? സെർവറിൽ ഹോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളൊരു വെബ് സർവീസിന് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക, ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഈ SOAP വഴിയാണ്. അതായത് നമ്മൾ ജാവയിലൊക്കെ RPC പഠിച്ചിട്ടില്ലേ? റിമോട്ട് പ്രൊസീജിയർ കോൾ. ഇപ്പോൾ സെർവറിൽ പോയിട്ട് ഈ RPC ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെബ് സർവീസിൽ എന്താണ്? ഈ SOAP എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ, സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഫങ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത്. ഏത് ഓപ്പറേഷനാണ്? ഫങ്ഷനല്ല, ഏത് ഡോക്യുമെൻറ്റോ എന്തും നമുക്ക് ഈ SOAP യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ്? ഏത് ഫങ്ഷനാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് അത് SOAP വഴിയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു പർപ്പസ്, വെബ് സർവീസിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ബിറ്റ്വീൻ ലാംഗ്വേജസ്. ഓക്കെ, അതായത് നമുക്ക് .NET ഇപ്പം നമ്മളൊരു C# യൂസ് ചെയ്തിട്ട് നമ്മളൊരു എന്താണ് വെബ് സർവീസ് ക്രിയേറ്റ് ചെയ്തു. ഈ വെബ് സർവീസ് ആപ്ലിക്കേഷൻ ജാവയിൽ യൂസ് ചെയ്യാൻ പറ്റും, PHPയിൽ യൂസ് ചെയ്യാൻ പറ്റും, വേറെ ഏതൊക്കെ ലാംഗ്വേജസ് ഉണ്ട് അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ജാവ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത വെബ് സർവീസ് .NET, C# VB.NET പിന്നെന്താണ് PHPയിൽ അങ്ങനെ ലാംഗ്വേജസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഇതിൽ GUI ഇല്ല, ഓൺലി ആ ക്ലാസ്സും ഇൻ്റർഫേസും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഓപ്പറേഷൻസൊക്കെ എന്താണ് ക്യാരി ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ XML എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ഇതെല്ലാം ആണ്. ഓക്കെ, ഇതിലൊക്കെയാണ്. അപ്പോൾ ഈ XML ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ അങ്ങനെയൊരു പ്രോബ്ലം എന്താണ്? ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ബിറ്റ്വീൻ ലാംഗ്വേജസ് നമുക്ക്
പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, വെബ് സർവീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ വെച്ചിട്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വെതർ റിപ്പോർട്ട് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്, വെതർ കാസ്റ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു റിപ്പോർട്ട് ഏത് ആപ്ലിക്കേഷനിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾക്ക് ഗൂഗിൾ മാപ്പ്, ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ആണല്ലോ. ഈ മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് .NET-ലോ എന്താണ് PHP-ലോ ഒക്കെ ഈ ഒരു ഏതൊരു ആപ്ലിക്കേഷനും നിങ്ങൾ ആൻഡ്രോയിഡൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മാപ്പ് ആക്സസ് ചെയ്യാമെന്നൊക്കെ. ഓക്കെ, .NET PHP അതിലേക്കൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. കാരണം ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസാണ് എന്തെന്ന് പറയുന്നത്, ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അവർ ഏതിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് പ്രോബ്ലം അല്ല. പക്ഷേ നമുക്ക് .NET-ൽ PHP-ൽ ഏത് ലാംഗ്വേജിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, .NET അല്ല, C#, VB.NET, PHP ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് വെബ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് വെബ് സർവീസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, റിസോഴ്സ് വയ വെബ് സർവീസ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വെബ് സർവീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റിസോഴ്സ് മാനേജ് ചെയ്യുന്നു അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വെബ് സർവീസ്, എന്താണ് ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോക്കോൾ. ഓക്കെ, സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോക്കോൾസ് ഉണ്ട്. പിന്നെ എന്താണ്, ലോ കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, SOAP, HTTP ഒക്കെ യൂസ് ചെയ്തിട്ട്. ദെൻ ഇവിടെ വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WSDL ആണ്. ഓക്കെ, വെബ് സർവീസിൻ്റെ ലാംഗ്വേജാണ് WSDL. ഓക്കെ, വെബ് സർവീസ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. ഓക്കെ, ഇതൊരു ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് അത് എഴുതിയിരിക്കുന്നത് XML-ലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫുള്ള് XML ടാഗ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം, ഇങ്ങനെ ടാഗ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം WSDL. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്, ഓപ്പൺ സോഴ്സാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോർ ഡിസ്ക്രൈബിങ് എ വെബ് സർവീസ്. ഓക്കെ, ഇത് വെബ് സർവീസ് ഈ WSDL ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റും IBM-ഉം കൂടിയാണ്. ഓക്കെ, അപ്പോൾ വെബ് സർവീസ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ വെബ് സർവീസ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഡിസ്ക്രൈബ്സ് എ കോമൺ സെറ്റ് ഓഫ് റൂൾസ് ടു ഡിഫൈൻ ദി മെസ്സേജസ്. ഇപ്പോൾ ഈ WSDL-ലാണ് നമ്മൾ എന്ത് ഓപ്പറേഷൻസ് ആണ്, ഇപ്പോൾ ആഡ് ആണോ, സബ്ട്രാക്റ്റ് ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഏത് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്, പിന്നെ എന്താണ് എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണ് അതിൽ പാസ് ചെയ്യുന്നത്, എന്തൊക്കെ വാല്യൂസ്, ഇപ്പം ഒരു മെത്തേഡ് ആവുന്ന സമയത്ത് അതിൽ വാല്യൂസ് പാസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്തൊക്കെ വാല്യൂസ് ആണ് അതിൽ പാസ് ചെയ്യേണ്ടത്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റിജർ ആണോ സ്ട്രിങ് ആണോ എന്നുള്ളതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കും, ഈ WSDL പറഞ്ഞിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഞാൻ പറഞ്ഞു എന്താണ് വെബ് സർവീസിൽ എന്താണ് ഉണ്ടാവുള്ളൂ, ക്ലാസ്സുകളും ഇൻ്റർഫേസുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ എന്താണ് ആഡ്, സബ്ട്രാക്റ്റ്, ഡിവൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മെത്തേഡുകൾ ഉണ്ടായിരിക്കും. ക്ലാസ്സിൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കും. ആഡ് എന്ന് പറഞ്ഞ മെത്തേഡിന് ഡെഫിനിഷൻ ഉണ്ടായിരിക്കും, സബ്ട്രാക്റ്റിന് ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഏതൊക്കെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആഡ് എന്ന് പറഞ്ഞ ഫങ്ഷനാണ് യൂസ് ചെയ്തത്. അതിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടോ? അപ്പോൾ ഇവിടെ ഇൻറ്റ് A, ഇൻറ്റ് B. ഓക്കെ, അപ്പം 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പാണ് എന്നൊക്കെ എവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കും, WSDL ഡിസ്ക്രൈബ് ചെയ്തിരിക്കും. അപ്പോൾ ക്ലയൻറ്റിൽ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ക്ലയൻറ്റിന് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ് സർവീസ് വേണം. ഓക്കെ, അപ്പോൾ ഈ വെബ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സും ഇൻ്റർഫേസുകളും എന്താണ് ആ ഒരു സർവീസ്, വെബ് സർവീസ് എവിടെ സെർവറിൽ ഹോസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഏതെങ്കിലും വെബ് സർവീസ് ആവശ്യമാണെങ്കിൽ അത് ഇപ്പം നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രൊവൈഡേഴ്സ്, അത് പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡേഴ്സിനെ കിട്ടും. ഓക്കെ, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഈ ഇൻ്റർഫേസിൻ്റെ നെയിം അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ആഡ് ആണെങ്കിൽ
നമ്മൾ ആഡിന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ WSDL അത് ക്യാരി ചെയ്യും. ഓക്കെ, അപ്പോൾ ആഡാണ്. അപ്പോൾ WSDL എന്ത് ചെയ്യും, നേരെ സെർവറിൽ പോവും. ദെൻ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് തിരിച്ച് ക്ലയൻറ്റിന് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് തിരിച്ച് ചെയ്യുക. ഓക്കെ, അതാണ് WSDL എന്ന് പറയുന്നത്. അത് XML ബേസ്ഡ് സർവീസാണ്. ഓക്കെ, UDDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോസിറ്ററി ആണ്. അതായത് ഈ വെബ് സർവീസസ്, അതായത് നമ്മളെ ക്ലാസ്സുകളും ഇൻ്റർഫേസുകളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ UDDIയിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പം ഈ ഒരു വെബ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലിഫൈഡ് ആണ്. വൈൽ വെബ് സർവീസ് ഹാവ് സിംപ്ലിഫൈഡ് റിസോഴ്സ് ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഈ വെബ് സർവീസിൽ റിസോഴ്സസ് ആക്സസും മാനേജ്മെൻറ്റും എന്ന് പറഞ്ഞാൽ ഭയങ്കര സിംപ്ലിഫൈഡ് ഫോമാണ്. അപ്പം ക്ലൗഡിൽ വരുന്ന സമയത്ത് വെറും വെബ് സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല, നമ്മളുടെ ആ ഒരു പെർഫോമൻസ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ക്രിയേറ്റ് ചെയ്താണ്. ഇപ്പോൾ ക്ലൗഡ് ആപ്ലിക്കേഷനിൽ വെബ് സർവീസ് യൂസ് ചെയ്യാൻ എടുത്തതാണ് എന്താ RVWS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് വൈൽ വെബ് സർവീസ് ഹാവ് സിംപ്ലിഫൈഡ് റിസോഴ്സ് ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു നോ ഇഫ് ദി റിസോഴ്സസ് ബിഹൈൻഡ് വെബ് സർവീസ് ഈസ് ഓർ ആർ റെഡി ഫോർ റിക്വസ്റ്റ്. ഓക്കെ, അപ്പം എന്താണ്, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് അവൈലബിൾ ആണ്, ആ റിക്വസ്റ്റ് ആ സർവീസ് എന്താണ്, അല്ലെങ്കിൽ ആ റിസോഴ്സ് റെഡി ആണോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഓക്കെ, ക്ലയൻറ്റ് നീഡ്സ് ടു എക്സ്ചേഞ്ച് ന്യൂമറസ് മെസ്സേജ് വിത്ത് റിക്വയർഡ് വെബ് സർവീസ് ടു ലേൺ കറൻറ്റ് ആക്ടിവിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പോൾ ആ റിസോഴ്സസിൻ്റെ കറൻറ്റ് ആക്ടിവിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് എന്താണ് അറിയാൻ പറ്റില്ല ക്ലയൻറ്റിന്. ഓക്കെ, ദി വെബ് സർവീസ് ഹാവ് ടു ബി സ്റ്റേറ്റ്ഫുൾ സോ ദാറ്റ് ദേ ആർ ഏബിൾ ടു ബെസ്റ്റ് റിഫ്ലക്ട് ദി കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദെയർ റിസോഴ്സ്. അപ്പോൾ സ്റ്റേറ്റ്ഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് എന്ത് എന്ന് പറയുന്നത്, RVWS എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു RVWS എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, സോഫ്റ്റ്വെയർ കമ്പണൻസ് ആണ് ഈ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു RVWS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് ഡൈനാമിക് അട്രിബ്യൂട്ട്സ്, വേറെ ഒന്ന് സ്റ്റേറ്റ്ഫുൾ വെബ് സർവീസ്, ദെൻ മൂന്നാമത്തത് സ്റ്റേറ്റ്ഫുൾ ആൻഡ് ഡൈനാമിക് WSDL ഡോക്യുമെൻറ്റ്സ്, ദെൻ ബ്രോക്കറി. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ RVWS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രെയിം വർക്കിലുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഓരോന്നും എന്താണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്, RVWSലുള്ള ഫസ്റ്റ് ഒരു കമ്പോണൻ്റ് ആണ് എന്താ, ഡൈനാമിക് അട്രിബ്യൂട്ട്സ്. ഓക്കെ, ഈ ഡൈനാമിക് അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണാണുള്ളത്. എന്താണ്, ഒന്ന് സ്റ്റേറ്റ് അട്രിബ്യൂട്ടും വേറെ ഒന്ന് ക്യാരക്ടറിസ്റ്റിക് അട്രിബ്യൂട്ടും. എന്താണ് സ്റ്റേറ്റ് അട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, കവർ ദി കറൻറ്റ് ആക്ടിവിറ്റി ഓഫ് ദി സർവീസ്. ഓക്കെ, ഒരു സർവീസിൻ്റെ കറൻറ്റ് ആക്ടിവിറ്റി അതാണ് എന്ത് സ്റ്റേറ്റ് അട്രിബ്യൂട്ടിൽ ഉണ്ടാവുക, of the services and its resources, thus indicating readiness. Okay, then വേറെ ഒന്ന് ക്യാരക്ടറിസ്റ്റിക് അട്രിബ്യൂട്ട്, അതായത് ആ റിസോഴ്സ്, ഇപ്പം ക്ലയൻറ്റ് ഒരു റിസോഴ്സ്, അപ്പോൾ അതാണ് സ്റ്റേറ്റ് അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ബിസി ആണോ ഐഡിലാണോ എന്നുള്ളതൊക്കെയാണ് എന്ത് സ്റ്റേറ്റ് അട്രിബ്യൂട്ടിൽ വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് അട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ, എ വെബ് സർവീസ് ദാറ്റ് എക്സ്പോസസ് എ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പിന്നെ കുറേ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ക്ലസ്റ്റർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് വർക്ക് ടുഗദർ ടു പെർഫോം കമ്പ്യൂട്ടേഷണലി ഇൻറ്റൻസീവ് ടാസ്ക്. ഓക്കെ, അപ്പം ഓരോ ക്ലസ്റ്ററിനെയും നമ്മളിവിടെ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫ് തിയറി എന്നാണ് എന്ത് വരുന്നത്, ആ നോഡ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത്.
ഓക്കെ, അപ്പോൾ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കമ്പ്യൂട്ടറിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഓരോ കമ്പ്യൂട്ടറിനെയും നമ്മൾ എന്താണ് പറയുന്നത്, നോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് സ്റ്റേറ്റ് അട്രിബ്യൂട്ട് എന്താണ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എ വെബ് സർവീസ് ദാറ്റ് എക്സ്പോസസ് എ ക്ലസ്റ്റർ, അതായത് ഒരു കുറേ കമ്പ്യൂട്ടറുകളുടെ ഒരു എന്താണ് കൂട്ടം. ഓക്കെ, അതായത് ഇതിനൊക്കെയാണ് നമ്മളിപ്പോൾ ഓരോ ക്ലസ്റ്ററിനെയും നമ്മൾ എന്താ പറയുന്നത്, ഓരോ നോഡ് എന്ന് ആണ് പറയുന്നത്. അതൊക്കെ ഓരോ റിസോഴ്സസ് ആണ്. വുഡ് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് എ ഡൈനാമിക് സ്റ്റേറ്റ് അട്രിബ്യൂട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി നോഡ്സ് ഇൻ ദി ക്ലസ്റ്റർ ആർ ബിസി ആൻഡ് ഹൗ മെനി ആർ ഐഡിൽ. ഓക്കെ, എത്ര കമ്പ്യൂട്ടേഴ്സ് ബിസി ഉണ്ട്, എത്ര കമ്പ്യൂട്ടേഴ്സ് ഐഡിലാണ്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ദെൻ അപ്പോൾ അവർക്ക് ഇത്ര മെമ്മറി സ്പേസ് ഉള്ള, ഇത്ര ഡിസ്ക് സ്പേസ് ഉള്ള എന്താണ് ഒരു കമ്പ്യൂട്ടറാണ് ആവശ്യം, ഒരു നോഡാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ അവർ റിക്വസ്റ്റ് കൊടുത്തത് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എത്രയാണ്, അത് ഐഡിയലാണോ അല്ലെങ്കിൽ ബിസി ആണോ എന്നൊക്കെ കിട്ടും. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക് അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ എന്താണ്, ക്വാളിറ്റി. ഓക്കെ, ക്വാളിറ്റി ഓഫ് സർവീസ്, പ്രൈസ്, ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇപ്പം പ്രൊവൈഡർ നെയിം ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ ആമസോൺ. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി ഓഫ് സർവീസ്, അതിൻ്റെ എത്രയാണ് പ്രൈസ്. ഓക്കെ, ക്ലൗഡിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര പ്രൈസ് വരും, അതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അട്രിബ്യൂട്ടിൽ വരുന്നത്. ഓക്കെ, ഇവിടെ ക്ലസ്റ്റർ അട്രിബ്യൂട്ടിന് നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടോ, കണ്ടോ അട്രിബ്യൂട്ട് നെയിം, ഇത് ക്ലസ്റ്ററാണ്. സ്റ്റേറ്റ് അട്രിബ്യൂട്ട്സിൽ ഫോർ എക്സാമ്പിൾ എന്തൊക്കെ അട്രിബ്യൂട്ട് നെയിം വരാം, ഫ്രീ ഡിസ്ക്. ഓക്കെ, അതിൽ എമൗണ്ട് ഓഫ് ഫ്രീ ഡിസ്ക് സ്പേസ്, എത്ര ഫ്രീ ഡിസ്ക് സ്പേസ് ഉണ്ട്, ഫ്രീ മെമ്മറി, എമൗണ്ട് ഓഫ് ഫ്രീ മെമ്മറി, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെയിം എന്താണ്, ഏത് വേർഷനാണ്, പ്രോസസ് കൗണ്ട്, നമ്പർ ഓഫ് പ്രോസസ്സസ് എത്രയാണ്, ദ പ്രോസസ്സസ് എത്ര പ്രോസസ്സ് റണ്ണ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ വരും, സ്റ്റേറ്റിൽ. ഓക്കെ, ക്ലസ്റ്റർ സ്റ്റേറ്റിൽ വരും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ വരും, കോർ കൗണ്ട്, എത്ര ആ ക്ലസ്റ്ററിൽ എത്ര കോറുണ്ട്, എത്ര കോർ കൗണ്ട്, കോറിൻ്റെ സ്പീഡ് എത്രയാണ്, കോർ സ്പീഡ് യൂണിറ്റ് എന്താണ്. ഓക്കെ, ദെൻ ടോട്ടൽ ഡിസ്ക് യൂണിറ്റ്, അതായത് സ്റ്റോറേജ് എമൗണ്ട് യൂണിറ്റ്സ്. ഓക്കെ, ഏതാണ്, ജിഗാബൈറ്റ്സ് ആണോ, എന്താണത്. ടോട്ടൽ മെമ്മറി, എത്ര ഫിസിക്കൽ മെമ്മറി, ടോട്ടൽ എമൗണ്ട് ഓഫ് മെമ്മറി അവൈലബിൾ ആണ്. ടോട്ടൽ മെമ്മറി യൂണിറ്റ് എന്താണ്, ജിഗാബൈറ്റ്സ് ആണോ, അങ്ങനെ. സോഫ്റ്റ്വെയർ നെയിം, എന്ത് സോഫ്റ്റ്വെയർ ആണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, സോഫ്റ്റ്വെയർ വേർഷൻ ഏതാണ്. ഓക്കെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് അട്രിബ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, RVWS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രെയിം വർക്കാണ്. എന്താണ് RVWS എന്ന് പറയുന്നത്, റിസോഴ്സ് വയ വെബ് സർവീസ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ നമ്മൾ എന്താണ് റിസോഴ്സസിന് വേണ്ടിയുള്ള ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത്, റിസോഴ്സസിന് വേണ്ടിയിട്ട് നേരിട്ടിട്ട് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിക്വസ്റ്റ് ചെയ്യാതെ ഈ ഒരു RVWS എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം വർക്ക് വഴി എന്താണ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, RVWS എന്താണ്, അത് വെബ് സർവീസ് ആ ഒരു കോൺസെപ്റ്റാണ് അവിടെ, വെബ് സർവീസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ RVWS കമ്പൈൻ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത്, എന്തൊക്കെയാണ്, ഒന്ന് ഡൈനാമിക് അട്രിബ്യൂട്ട്സ്, അത് മനസ്സിലായല്ലോ, സ്റ്റേറ്റ് അട്രിബ്യൂട്ടും ക്യാരക്ടറിസ്റ്റിക്സ് അട്രിബ്യൂട്ടും. ഓക്കെ, ദെൻ അടുത്ത വരുന്നത് എന്താണ്, ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, സ്റ്റേറ്റ്ഫുൾ വെബ് സർവീസ്. ഓക്കെ, സ്റ്റേറ്റ്ഫുൾ വെബ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പം നമ്മൾ പറഞ്ഞു വെബ് സർവീസിൻ്റെ ലാംഗ്വേജ് അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? WSDL എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്, വെബ് സർവീസ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഡോക്യുമെൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റഡ്, ഇപ്പം നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് അട്രിബ്യൂട്ട്സ് ഉണ്ടാവും, ക്യാരക്ടർ അട്രിബ്യൂട്ട്സ് ഉണ്ടാവും. സ്റ്റേറ്റ് അട്രിബ്യൂട്ട്സിൽ എന്താണ്? എത്ര ഫ്രീ സ്പേസ് ഉണ്ട്, എത്ര ഫ്രീ മെമ്മറി ഉണ്ട്. ഓക്കെ, അപ്പം ഒരു ക്ലയൻറ്റ് ഒരു റിസോഴ്സിന് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇത്ര ജിഗാബൈറ്റ്സ് മെമ്മറി വേണം. ഓക്കെ, അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഏത് വഴി? RVWS എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം വർക്ക് വഴി റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് എന്താണ് ഇത്ര ഈ ഒരു ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഇങ്ങനെയൊരു സിസ്റ്റം അവൈലബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്താണ് ഇപ്പം ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇങ്ങനെയൊരു ഇത് അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അവർക്ക് റെസ്പോൺസ് കിട്ടും. അത് ഏത് വഴിയാണ് കിട്ടുന്നത്? ഈ വെബ് സർവീസ് വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്ഫുൾ വെബ് സർവീസാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ്ഫുൾ വെബ് സർവീസ് എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്? അപ്പം ക്ലയൻറ്റ് എന്താണ് ഒരു റിസോഴ്സസിന് ഈ RVWS വഴി എന്താണ് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലയൻറ്റ്സ് ഈ WSDL വഴിയാണ് എന്ത് ചെയ്യുന്നത്? റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? വെബ് സർവീസിലേക്ക് പോകും ആ റിക്വസ്റ്റ്. ഓക്കെ, ദെൻ ഏത് റിസോഴ്സസ് ആണ് അവർക്ക് ആവശ്യം അത് എവിടെയുണ്ട്? റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെബ് സർവീസും റിസോഴ്സസും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ അല്ലാതെ ഇവിടെ മീഡിയേറ്റർ ആയിട്ട് ആരുണ്ട്? കണക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട്. ഓക്കെ, കണക്ടർ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട്. ഈ കണക്ടറിൽ എന്തൊക്കെയുണ്ട്? ഡിറ്റക്ഷൻ, ഡിസിഷൻ ആൻഡ് നോട്ടീസ് എന്നീ 3 പാർട്ടുകളുണ്ട്. ഓക്കെ, ഡിറ്റക്ഷൻ, ഡിസിഷൻ ആൻഡ് നോട്ടീസ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ റിസോഴ്സസിൻ്റെ സ്റ്റേറ്റ് അട്രിബ്യൂട്ടും ക്യാരക്ടറിസ്റ്റിക്സ് അട്രിബ്യൂട്ടും എങ്ങോട്ട് പോവും? ഈ കണക്ടറിലേക്ക് പോവും. ഓക്കെ, ദെൻ കണക്ടറിൽ എന്താണ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ഇത് വഴിയാണ് എങ്ങോട്ട് വെബ് സർവീസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അതായത് ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് ഇന്നൊരു റിസോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത് നേരെ എന്ത് ചെയ്യും? വെബ് സർവീസിലേക്ക് പോവും. ഓക്കെ, സോ അവിടുന്ന് എന്താണ് റിസോഴ്സിന് റിക്വസ്റ്റ് പോകുന്ന സമയത്ത് എന്താണ് ഈ കണക്ടർ എന്നാണ് അത് ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ സ്റ്റേറ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള അപ്പോൾ റിസോഴ്സുകളെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ എവിടെ ഉണ്ടാവും? വെബ് സർവീസിൽ കറൻ്റ്ലി അവൈലബിൾ ആവും. അപ്പം വേറൊരു ക്ലയൻറ്റ് ആ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഇപ്പം വീണ്ടും ഈ റിസോഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ റിസോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടായിരിക്കും? വെബ് സർവീസിലുണ്ടായിരിക്കും. അത് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പം മനസ്സിലായില്ലേ? അപ്പം ഫസ്റ്റ് ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുത്തു വെബ് സർവീസിലേക്ക്. അപ്പം അത് എന്താണ് റിസോഴ്സിൽ നിന്ന് എന്തൊക്കെയാണോ അതിൻ്റെ ഒരു റിസോഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും? വെബ് സർവീസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ വേറൊരു ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഈ റിസോഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതെന്ത് ചെയ്യും? വെബ് സർവീസിന് ഡയറക്റ്റിൽ ക്ലയൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ സ്പീഡ് കൂടുതലാണ്, ഫാസ്റ്റാണ്. എപ്പോഴും ഈ റിസോഴ്സസായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കണ്ട. അപ്പോൾ ഈ കണക്ടറിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റിസോഴ്സസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇപ്പം ഫ്രീ ആയിട്ടുള്ള മെമ്മറി സ്പേസ് ഇപ്പം അത്ര ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ക് സ്പേസ് അത്ര ഇല്ല, എന്തെങ്കിലും ഇപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും വേർഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ആര് ഡിറ്റക്റ്റ് ചെയ്യും? കണക്ടറിലുള്ള ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് ഡിറ്റക്റ്റ് ചെയ്യും, ആ ഒരു മൊഡ്യൂള് ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഡിസിഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂള് എന്ത് ചെയ്യും?
അത് വലിയൊരു ചേഞ്ചാണ് വന്നതെങ്കിൽ മാത്രം എന്താണ് നോട്ടിഫൈ ചെയ്യും. ഒരു നോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ മൊഡ്യൂളിലേക്ക് എന്താണോ ചേഞ്ച് വന്നത് അത് പാസ് ചെയ്യും. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, വെബ് സർവീസിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ദെൻ വെബ് സർവീസ് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് ആർക്ക് കിട്ടും, ക്ലയൻറ്റിന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് കണക്ടറിൻ്റെ പർപ്പസ്. അപ്പം ഈ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ പാർട്ട് എപ്പോഴും ഈ റിസോഴ്സുമായിട്ട് എന്ത് ചെയ്യും, റിസോഴ്സിനെ ഇങ്ങനെ എപ്പോഴും എന്താണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും, അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഡിസിഷൻ മൊഡ്യൂളിലേക്ക് അയക്കും. ഡിസിഷൻ മൊഡ്യൂൾ ഡിസൈഡ് ചെയ്യും അത് വലിയൊരു ചേഞ്ച് ആണോ. അങ്ങനെയാണെങ്കിൽ വലിയൊരു ചേഞ്ച് ആണെങ്കിൽ എന്താണ് നോട്ടിഫിക്കേഷനിൽ കൊടുക്കും. നോട്ടിഫിക്കേഷന് വെബ് സർവീസ് അത് ആക്സസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ സ്റ്റേറ്റ്ഫുൾ വെബ് സർവീസിൽ പറയുന്നത്. ഓക്കെ, figure shows the steps on how to make web service stateful and how the dynamic attributes of resources are presented to client via the WSDL document. To keep the stateful web service current, a connector is used to detect changes in resources and then inform the web service. Okay, the connector has 3 logical modules. എന്തൊക്കെയാണ്? detection, decision and notification. The detection module routinely queries the resource for attribute information. Okay, but detection എപ്പോഴും എന്ത് ചെയ്യാൻ റിസോഴ്സസിനെ ക്വറി ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത്. Okay, then attribute information. Changes in the attributes are passed to the what decision module that decides if the attribute change is large enough to warrant a notification. This prevents excessive communication with the web service. ഓക്കെ, അപ്പം വെബ് സർവീസുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യേണ്ട, ഈ റിസോഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ ആര് ചെയ്തോളും, കണക്ടർ ചെയ്തോളും. ഓക്കെ, then update attributes are passed to the notification module which informs the stateful web service that updates its internal state. Okay, അതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത്. When clients request the stateful WSDL document, the web service returns the WSDL document with the values of all attributes at the request time. Okay, അപ്പം ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെബ് സർവീസ് ആ ഒരു റിസോഴ്സസിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണോ, ഓക്കെ, അതായത് ഏതാണ് പ്രൊവൈഡർ നെയിം, ഏതാണ് ഇൻറ്റൽ ആണോ, ഏതാണ് യൂസ് ചെയ്യുന്നത്, അത് എത്ര ഫ്രീ സ്പേസ് ആണ്, അങ്ങനത്തെ ആ ഒരു റിസോഴ്സിന് ആരാണ് പ്രൊവൈഡർ, നെയിം എന്താണ്, അങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷൻസും ആർക്ക് കൊടുക്കും, ക്ലയൻറ്റിന് പാസ് ചെയ്ത് ക്ലയൻറ്റ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു റിസോഴ്സിന് റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, ഇതിന് അതിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ഇത് XML ആണ് കണ്ടോ. അപ്പം ഓരോ റിസോഴ്സസിനും എന്തുണ്ടായിരിക്കും, റിസോഴ്സ് ID ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം എന്താണ് ഓരോ റിസോഴ്സിനും റിസോഴ്സ് ID ഉണ്ടായിരിക്കും. ഇവിടെ കണ്ടോ ഡിസ്ക്രിപ്ഷൻ നെയിം. ഓക്കെ, ഏതാണ് അട്രിബ്യൂട്ടിൻ്റെ നെയിം എന്താണ്, ആ അട്രിബ്യൂട്ടിൽ വരുന്ന വാല്യൂ. ഇപ്പോൾ ഫ്രീ ഡിസ്ക് അത് എത്ര ഉണ്ട്, ദെൻ ഫ്രീ മെമ്മറി എത്രയാണ്. ഓക്കെ, ഇങ്ങനെ എന്തായിരിക്കും WSDL കൊടുക്കും. മനസ്സിലായല്ലോ? ഇപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റിലേക്കാണ് എന്ത് ചെയ്യുക, റിക്വസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇതിലുണ്ടായിരിക്കും എന്താണ് അട്രിബ്യൂട്ട് നെയിം, അതിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. അത് നേരെ ആർക്ക് കിട്ടും, ക്ലയൻറ്റിന് കിട്ടും. ദെൻ ക്ലയൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, അത് നോക്കിയിട്ട് ഇപ്പോൾ പ്രൊവൈഡർ നെയിം എല്ലാവർക്കും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും. ഓക്കെ, ഈ WSDL ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദെൻ അവരതിനനുസരിച്ചിട്ട് എന്താണ് റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, മനസ്സിലായല്ലോ? All information of service resource is kept in a new WSDL section called resources. Okay, resources കണ്ടോ, റിസോഴ്സ് ഫസ്റ്റ് ഇതാ അപ്പം റിസോഴ്സസ്. ഓക്കെ, ദെൻ റിസോഴ്സസിൽ എന്ത് പാർട്ട് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് പാർട്ട്. ഓക്കെ, സ്റ്റേറ്റ് പാർട്ടിൽ സ്റ്റേറ്റ് അട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് അട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. ദെൻ ആ ഒരു റിസോഴ്സ് ക്ലോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വേറൊരു റിസോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ താഴെ വീണ്ടും ഇവിടെ റിസോഴ്സ് ക്ലോസ് ചെയ്തു.
ദെൻ അതിൻ്റെ താഴെ വീണ്ടും റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഓപ്പൺ ചെയ്യും, സ്റ്റേറ്റും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൊടുത്തു, ദെൻ റിസോഴ്സ് എൻ്റർ ചെയ്തു. ദെൻ നെക്സ്റ്റ് റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ റിസോഴ്സ് നെക്സ്റ്റ് റിസോഴ്സ് എന്താണ് അതിൻ്റെ ID ഉണ്ടായിരിക്കും. ദെൻ സ്റ്റേറ്റ്, അതിൻ്റെ സ്റ്റേറ്റ് എന്താ, ഇങ്ങനെ കൊടുത്തു പോകും. ഓക്കെ, ഈ ഫിഗറിൽ കണ്ടിട്ട് ഈ ഫിഗറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. shows the structure of resource ഓരോ റിസോഴ്സ് സെക്ഷൻ ഉണ്ടാകും with the rest of WSDL document. For each resource behind the web service a resource info section exists. Okay, each resource info section has a resource ID. Okay, അപ്പോൾ മോർ ദാൻ വൺ റിസോഴ്സ് സെക്ഷൻ ഉണ്ടായിരിക്കും, ഓരോ റിസോഴ്സ് സെക്ഷനും ഓരോ ID ഉണ്ടായിരിക്കും, സ്റ്റേറ്റും ഉണ്ടായിരിക്കും, ക്യാരക്ടറിസ്റ്റിക്സ് അട്രിബ്യൂട്ടും ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പബ്ലിക്കേഷൻ ഇൻ RVWS. അതായത് നെക്സ്റ്റ് പറയുന്നത് ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ് സർവീസ് യൂസ് ചെയ്യുമ്പം ആ ഒരു വെബ് സർവീസിൻ്റെ പബ്ലിക്കേഷനിലും പിന്നെ അതിൻ്റെ ഏത് റിസോഴ്സ് വേണം ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിന് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡൈനാമിക് ബ്രോക്കർ, ഇതിൻ്റെ നടുവിലൊരു ബ്രോക്കർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രോക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബ്രോക്കറിലേക്ക് പ്രൊവൈഡർ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പബ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ അതാണ് ബ്രോക്കറിൽ വരുന്നത്. ഓക്കെ, അപ്പം പ്രൊവൈഡർ എന്തൊക്കെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, പ്രൊവൈഡറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ദെൻ എന്താണ്, അതേപോലെ പ്രൊവൈഡർ യൂസ് ചെയ്യുന്ന വെബ് സർവീസ് ഏതാണ് ഓക്കെ എന്നുള്ള കാര്യങ്ങളും എന്താണ് ഈ ബ്രോക്കറിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം ബ്രോക്കർ എന്ത് ചെയ്യും, ഒരു റിപ്പോസിറ്ററിയിൽ എന്തൊക്കെ ഈ പ്രൊവൈഡറിൻ്റെ ഇൻഫർമേഷൻ, അതായത് ആമസോൺ ആണോ ഗൂഗിൾ ആണോ അങ്ങനത്തെ പ്രൊവൈഡേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റാബേസ് ഒരു ഡേറ്റാ പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ദെൻ എന്താണ് വെബ് സർവീസും അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസിനും സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളതും ദെൻ റിസോഴ്സിൻ്റെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിലും സേവ് ചെയ്തിരിക്കും. ഓക്കെ, ഒരു ക്ലയൻറ്റ് എന്താണ് ഈ ഒരു ബ്രോക്കറിലേക്കാണ് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു ബ്രോക്കർ എന്ത് ചെയ്യും, നേരെ ഇവിടെ പോവും. ദെൻ അവരുടെ ക്ലയൻസ് ഇപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്യും. ഓക്കെ, അവരുടെ പ്രൊവൈഡർ നെയിമും അവരുടെ ഇൻഫർമേഷൻസൊക്കെ റിട്രീവ് ചെയ്യും. ദെൻ ഏത് റിസോഴ്സസിൻ്റെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യും. ഓക്കെ, ദെൻ ക്ലയൻറ്റിന് ഫിൽട്ടർ ചെയ്തിട്ട് ക്ലയൻറ്റിന് അത് കൊടുക്കും. ഓക്കെ, അതാണ് പബ്ലിഷിംഗ് പറയുന്നത്. പബ്ലിക്കേഷൻ ഇൻ RVWS. While the stateful WSDL document eliminates the overhead incurred from manually learning the attributes of the services and its resources, the issues behind discovering services are still unresolved. Okay, അതായത് ഇപ്പം ഈ WSD അപ്പം ക്ലയൻറ്റ് മാനുവലി ചെയ്യുന്നത്, അപ്പം ക്ലയൻറ്റ് ഏതൊക്കെയാണ് അട്രിബ്യൂട്ട്സ് ഒക്കെ മാനുവലി ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്ത് RVWS എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് അപ്പം ക്ലയൻറ്റ് മാനുവലി സെർച്ച് ചെയ്ത എന്തൊക്കെ അട്രിബ്യൂട്ട്സ് ആണ് എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യുന്നതിന് പകരം ഒറ്റയടിക്ക് എന്താണ് അവർക്ക് ക്ലയൻറ്റിന് ഇൻഫർമേഷൻ കിട്ടും ഏത് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുമ്പം RVWS എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുമ്പം. പക്ഷേ ഈ ഡിസ്കവറി സർവീസ് എന്താണ് പ്രശ്നമാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രോക്കർ എന്ന് പറഞ്ഞ പാർട്ട് ഈ RVWSൽ ആഡ് ചെയ്തത്. To help ease the publication and discovery of required services with a stateful WS document, a dynamic broker was proposed. The goal of dynamic broker is to provide an effective publication and discovery service based on service, resource and provider dynamic attributes. Okay, അപ്പോൾ എന്താണ് സർവീസ്, റിസോഴ്സ്, പ്രൊവൈഡർ, പിന്നെ എന്താണ് ഡൈനാമിക് അട്രിബ്യൂട്ട്സ് ബേസിൽ.
ഓക്കെ, ഇത് RBWS എന്ന് പറഞ്ഞ ഫ്രെയിംവർക്കിലേക്ക് ഈ ഒരു പാർട്ട്, ബ്രോക്കറിംഗ് എന്ന് പറഞ്ഞ പാർട്ട്, ആ ഒരു പബ്ലിഷ് ചെയ്യുന്നത്, ആ ഡിസ്കവറി പ്രോസസ്സ് എന്താണ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. When publishing to the broker, the provider send attributes of the web service to dynamic broker. ഓക്കെ, ഏതാ അവർ യൂസ് ചെയ്യുന്ന വെബ് സർവീസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷൻസും, വെബ് സർവീസ് അവർ ഏത് വെബ് സർവീസാണ് അവരുടേത്, അത് എന്ത് ചെയ്യും, ഈ ബ്രോക്കർക്ക് കൊടുത്തിരിക്കും. പിന്നെന്താണ്, ഡൈനാമിക് അട്രിബ്യൂട്ട് ഇൻഡിക്കേറ്റ് ദി ഫങ്ഷനാലിറ്റി, അതായത് കോസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഡൈനാമിക് അട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും വെബ് സർവീസിന് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. Okay. Furthermore, the provider is able to publish information about itself, such as what providers, contact details, and reputation. Okay. After publication, the broker gets the stateful WSDL document from web service. Okay. അതിനുശേഷം എന്താണ്, ഈ വെബ് സർവീസിന് അവർ എന്ത് ചെയ്യും, WSDL ഡോക്യുമെൻ്റ് എടുക്കും. After getting the stateful WS document, the dynamic broker extracts all resource ഡൈനാമിക് അട്രിബ്യൂട്ട്സ് ഫ്രം ദി സ്റ്റേറ്റ്ഫുൾ. ഓക്കെ, അപ്പം ഈ റിസോഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, ഇത് എക്സ്ട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ എന്താണ്, റിസോഴ്സ് അട്രിബ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഡേറ്റാബേസ് പാർട്ടുണ്ട്, അപ്പോൾ അതിൽ റിസോഴ്സ് പാർട്ടുണ്ട്, സർവീസ് പാർട്ടുണ്ട്, പ്രൊവൈഡർ പാർട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു റിസോഴ്സ് പാർട്ടിൽ കൊടുക്കും. ഓക്കെ, then dynamic broker then stores the dynamic broker then stores the WS document and service attributes from service store. Okay, then ബാക്കിയുള്ള കാര്യങ്ങൾ സർവീസ് സ്റ്റോറിലും, then പ്രൊവൈഡറിൻ്റെ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, പ്രൊവൈഡർ എന്ന് പറഞ്ഞ പാർട്ടിലും, ആ പ്രൊവൈഡർ സ്റ്റോറിലും സേവ് ചെയ്യും. ആസ് ദി വെബ് സർവീസ് ചേഞ്ചസ്, ഇപ്പം സർവീസിൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ, എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഏബിൾ ടു സെൻഡ്, അപ്പോൾ വെബ് സർവീസ് ഒരു നോട്ടിഫിക്കേഷൻ ബ്രോക്കറിന് സെൻഡ് ചെയ്യും. ഓക്കെ, ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ദെൻ എന്താണ്, വിച്ച് ദെൻ അപ്ഡേറ്റ്സ് ദി റെലവൻറ്റ് അട്രിബ്യൂട്ട്സ് ഇൻ ദി റെലവൻറ്റ് സ്റ്റോർ. ഇപ്പോൾ പ്രൊവൈഡറിൻ്റെ എന്തെങ്കിലും ഇൻഫോർമേഷൻ, കോൺടാക്ട് ഡീറ്റെയിൽസ് മാറി, അപ്പോൾ അത് പ്രൊവൈഡർ പാർട്ടിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ റിസോഴ്സിൽ എന്തെങ്കിലും, റിസോഴ്സ് അട്രിബ്യൂട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു, അപ്പോൾ വെബ് സർവീസ് എന്ത് ചെയ്യും, ബ്രോക്കറിലേക്ക് നോട്ടിഫൈ ചെയ്യും, ദെൻ അവിടെ പോയിട്ട് അത് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, XML ഡോക്യുമെൻ്റ് ആണ്. അപ്പം ബ്രോക്കർ എപ്പോഴും ഈ ഒരു അപ്ഡേഷൻ, ആ ഒരു ലാർജ് ഹ്യൂജ് ആ ഒരു XML ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഓട്ടോമാറ്റിക് ഡിസ്കവറി ആൻഡ് സെലക്ഷൻ. ഓക്കെ, ഓട്ടോമാറ്റിക് ഡിസ്കവറി ആൻഡ് സെലക്ഷൻ, അപ്പോൾ അതാണ്, അത് ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്താണ്, ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യും, എന്താണ്, ഡൈനാമിക് ബ്രോക്കറിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. ദെൻ എന്താണ്, മാച്ചിങ്, അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് എവിടെയൊക്കെ പോകും, പ്രൊവൈഡറിലേക്കും സർവീസസിലേക്കും റിസോഴ്സസിലേക്കും പോയിട്ട് അത് ഫിൽട്ടർ ചെയ്യും. ദെൻ ഫിൽട്ടർ ചെയ്തിട്ട് അത് ആർക്ക് തിരിച്ചു കൊടുക്കും, ക്ലയൻറ്റിലേക്ക് റെസ്പോൺസ് തിരിച്ചു കൊടുക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ഓട്ടോമാറ്റിക് ഡിസ്കവറി ആൻഡ് സെലക്ഷൻ. എന്താണ്, the automatic service discovery that takes into consideration dynamic attributes in their WS documents allow service. Example, cluster discovery. When discovering service, the client submits to the dynamic broker, okay, 3 groups of requirements. ഇപ്പോൾ ക്ലയൻറ്റ് 3 groups of requirements ആണ് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന്, അവർക്ക് വേണ്ട സർവീസ് എന്താണ്, ഏത് റിസോഴ്സസ് ഒക്കെയാണ്, ഏതൊക്കെയാണ് provider. Okay, the dynamic broker compares each requirement group on the related data store. Okay, അതിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, അത് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ മാച്ച് ചെയ്യും, ക്ലയൻറ്റ് കൊടുത്ത റിക്വസ്റ്റ് മാച്ച് ആവുന്നുണ്ടോ. ഓക്കെ, ദെൻ ആഫ്റ്റർ ഗെറ്റിംഗ് ദി മാച്ചസ് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ദി ബ്രോക്കർ അപ്ലൈസ് ഫിൽട്ടറിങ്. ഓക്കെ, ഏതാണ് ഏറ്റവും ബെസ്റ്റ്, ഇവരെ ഇതായിട്ട് ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റായിട്ട് ഏതാണ് ഏറ്റവും നന്നായി മാച്ച് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ അത് ഫിൽട്ടർ ചെയ്യും. ദെൻ ആ ഫിൽട്ടറേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്ലയൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, the automatic service section that takes into consideration dynamic attributes in their WSDL document allows for both single service selection and an
ഓർക്കസ്ട്രേഷൻ ഓഫ് സർവീസസ് ടു സാറ്റിസ്ഫൈ വർക്ക് ഫ്ലോ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ദെൻ എന്താണ് ഇവർ ഈ സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് നമ്മൾ മുന്നേ പഠിച്ചതാണ് SLA, സർവീസ് ലെവൽ അഗ്രിമെൻറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു അത് ക്ലയൻറ്റും എന്താണ് പ്രൊവൈഡറും തമ്മിലുള്ള ആ ഒരു അഗ്രിമെൻറ്റ് ഇതൊക്കെ ഫോളോ ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ആ ഒരു സർവീസ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് RVWS പാർട്ടിൽ പറയുന്നത്. ഓക്കെ.